സി എയുടെയും സി എം എ ഇന്ത്യയും ഇൻ്റർ ആട്ടോ ഞാൻ പറയുന്നത്. ഇൻ്ററിൻ്റെയും ഇത് രണ്ടിൻ്റെയും ഇൻ്ററിൻ്റെയും തമ്മിലുള്ള മേജർ ഡിഫറൻസുകളാണ് ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഈ സി എ സി എം എ ഇതിൽ സി എം എ ഇത് രണ്ടും നോക്കുമ്പോൾ രണ്ടും ഇന്ത്യൻ കോഴ്സുകളാണ്. എല്ലാവരും പറയും സി എം എ പഠിക്കാൻ എളുപ്പമാണ്, സി എക്കാളും എളുപ്പം സി എം എ ആണ് അങ്ങനെയൊക്കെ പറയും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സി എം എ ഇന്ത്യയുടെ ആട്ടോ ഞാൻ പറയുന്നത്, സി എം എ USA അല്ല. സി എം എ ഇന്ത്യയിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് 8 പേപ്പറുണ്ട് എഴുതാൻ. അതായത് നിങ്ങൾ കമ്പയറിങ് ടു സി എ ഇതിന് 8 പേപ്പറും സി എക്ക് 6 പേപ്പറുമാണുള്ളത് ഇൻ്ററിന്. അതിൽ ഒരു ഗ്രൂപ്പിൽ അത് 3-3 ഒരു ഗ്രൂപ്പ് സിംഗിൾ ഗ്രൂപ്പായിട്ട് എഴുതുന്ന ഒരു വട്ടം ഒരു ഗ്രൂപ്പ് മാത്രം എഴുതുന്ന ആൾക്ക് 3 എണ്ണം എഴുതി പാസ്സായാൽ അടുത്ത വട്ടം 3 എണ്ണം എഴുതി പാസ്സായാൽ അപ്പോൾ നമുക്ക് ഇൻ്റർ കിട്ടും. ഇൻ്റർ പാസ്സായി. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 6 എണ്ണവും ഒരുമിച്ച് ഒരു അറ്റൻഡ് എഴുതി പാസ്സാവാം. അങ്ങനെ 2 ഓപ്ഷനുള്ളത്. 3 വീതം പാസ്സാവാം, 6 എണ്ണം ഒരുമിച്ച് എഴുതി പാസ്സാവാം. ഇതുപോലെ സി എ പോലെ തന്നെയാണ് സി എം ഇക്കും. അവിടെ പക്ഷേ 4 2 ഗ്രൂപ്പ് വരുമ്പോഴേക്കും 4 വീതമുള്ള ഓരോരോ ഗ്രൂപ്പുകളാണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഓരോന്നും ഇത് എഴുതി പാസ്സാവാം, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള 8 എണ്ണം എഴുതി പാസ്സാവാം. സി എം എയുടെ എക്സാം വരുമ്പം 8 എണ്ണം അടുപ്പിച്ച് അടുത്തടുത്ത ദിവസങ്ങളിലാണ്, ഗ്യാപ്പില്ല. നിങ്ങൾ ഒരു ഗ്രൂപ്പ് എഴുതുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത ഗ്രൂപ്പിൻ്റെ വരുന്ന സമയത്ത് ഗ്യാപ്പ് വരുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം മെയിനൊരു സംഭവം വരുന്നത് ഈ സി എക്കാർക്ക് സി എൻ്റർ എഴുതുന്നവർക്ക് ഇപ്പം ജനുവരിയിൽ ഒരു അറ്റൻഡ് കാണും. അത് കഴിഞ്ഞ് ജൂണിൽ കാണും, ജൂണിലെ മെയ്യിൽ കാണും. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ വരും, അത് കഴിഞ്ഞ് ഡിസംബറിൽ വരും. ചുരുക്കി പറഞ്ഞാൽ 4 വട്ടം നമുക്ക് ഇൻ്റർ എഴുതി നോക്കാം. അതേസമയം സി എം എയുടെ ഭാഗത്തോട്ട് വരുമ്പോഴേക്കും ജൂൺ, ഡിസംബർ, ഇങ്ങനെ 2 ഓപ്ഷൻ മാത്രമേ നമ്മുടെ സി എം എ ഇന്ത്യക്കാർക്ക് ഉള്ളൂ. നിങ്ങൾ ഈ ജൂൺ വട്ടം എഴുതി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾ ഈ ജൂണിൽ എഴുതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ വരെ 6 മാസം നിങ്ങൾ വീണ്ടും പഠിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു വിഷയം പോയാലും നിങ്ങൾക്കിതിൽ 6 മാസം വെയിറ്റ് ചെയ്ത് അടുത്ത് എഴുതേണ്ടി വരും. അതേസമയം സി എ ഇൻ്ററിനാണെങ്കിൽ 3 പേപ്പർ എഴുതുന്ന ആളാണെങ്കിൽ ജനുവരിയിൽ 3 എഴുതി കിട്ടിയില്ല, അത് മെയ്യിൽ എഴുതാം. ഒരു പേപ്പർ പോയതായിരിക്കും മിക്കവാറും. അതിന് വെച്ചുകൊണ്ട് എഫോർട്ട് ഇട്ട് മെയ്യിൽ എഴുതിയെടുക്കാം. പിന്നെ അടുത്ത ഗ്രൂപ്പ് സെപ്റ്റംബർ എഴുതി നോക്കാം. അത് കിട്ടിയില്ല, പക്ഷേ ഡിസംബറിൽ നമുക്ക് പോയ പേപ്പറും കൂടെ പഠിച്ച് എഴുതിയെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ 4 പേപ്പർ എഴുതി അത് കിട്ടിയില്ല. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പം ആ 4 പേപ്പർ ഒന്നുകൂടെ എഴുതി പാസ്സാവണോ, അതോ അതിൻ്റെ കൂടെ 4 എണ്ണം കൂടെ ഉള്ള അടുത്ത ഗ്രൂപ്പും കൂടെ എഴുതണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലോട്ട് നിങ്ങൾ വരും. അതൊരു മെയിൻ കാര്യമാണ്. പിന്നെ നിങ്ങൾ നമ്മൾ ഈ നോക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പഠനത്തിൻ്റെ കാഠിന്യം നോക്കുമ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഈ രണ്ടിനും വരുന്നത്. അത്യാവശ്യം സിമിലർ ആയിട്ടുള്ളതാണ് വരുന്നത്. പക്ഷേ എക്സാം പാറ്റേണാണ്, എക്സാമിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ എക്സാമിൻ്റെ നോക്കുന്ന രീതി, എക്സാമാണ് മെയിൻ വ്യത്യാസം. സി എക്കാർക്ക് വരുമ്പോഴേക്കും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ടഫായിരിക്കും. അതായത് ക്വസ്റ്റ്യൻസ് വരുന്നത് ഭയങ്കര ടഫായിരിക്കും. അതുപോലെ അവരുടെ വാല്യുവേഷനും കുറച്ച് ടഫായിരിക്കും. അതേസമയം സി എം എക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഈസി വാല്യുവേഷൻ ആയിരിക്കും. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ നോക്കേണ്ട കാര്യം. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് സി എം എ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എഴുതിയെടുക്കാൻ പറ്റും. അതായത് ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം എന്നുള്ളൊരു
കുറച്ചൊരു 100% നിങ്ങളുടെ സൈഡിൽ നിന്നൊരു ആത്മാർത്ഥത ഇടുവാണെങ്കിൽ 100% എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയും. 100% നമ്മൾ ആത്മാർത്ഥത ഇടണം. എന്നാലേ നമുക്ക് CA അല്ലെ CMA ഏതാണേലും എഴുതിയെടുക്കാൻ പറ്റത്തുള്ളൂ. 100% നിങ്ങൾ ഇടുവാണെങ്കിൽ CMA നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. CAക്ക് നമുക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേണും കുറച്ച് കാഠിന്യമുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ അതാരും 100% കിട്ടാവുന്നതേ ഉള്ളൂ CA. പക്ഷേ CMA ഇന്ത്യ നിങ്ങൾ 100% ഉറപ്പായിട്ടും കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പം ഇതിന് സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ഔട്ട് ചെയ്ത് തരാം.